ഈ പരിപാടിയുടെ ഔദ്യോഗികർക്ക് മുമ്പ് തൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ക്ഷണിച്ചതാണ് നമ്മുടെ MLA കൊണ്ടോട്ടിയുടെ സമഗ്രമായ വികസന വിപ്ലവങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അതോടൊപ്പം കേവലം ഒരു MLAയുടെ പ്രാദേശിക മണ്ഡലത്തിലെ വികസനങ്ങളപ്പുറത്ത് വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഇടപെടൽ നടത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ കൊണ്ടോട്ടിയുടെ MLA ഈ സഞ്ചരൻ്റെ നേരത്തെയുള്ള സ്നേഹസംഗമങ്ങളിലും പരിപാടിയിലൊക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നു. നോമ്പിന് പോലും തിരക്കുകളുടെയും നമ്മുടെ സംഗമത്തിൽ വന്നു സംസാരിച്ചത് ഓർത്തുപോകുന്നു. സ്വാതപ്രസംഗത്തിനും ആമുഖഭാഷത്തിനൊക്കെ മുമ്പ് ഔപചാരികയ്ക്ക് വേണ്ടി ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അഭിമന്യനായ കൊണ്ടോട്ടിയുടെ പ്രിയങ്കരനായ MLA TV ഇബ്രാഹിം സാഹിബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി ക്ഷണിക്കുന്നു. ഈ വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ പഞ്ചായത്ത് പ്രസിഡന്റ് MKC നൗഷാദ് അഡ്വക്കേറ്റ്, പ്രിയങ്കരനായ സിദ്ദീഖ് മാഷ്, പ്രിയങ്കരനായ CT റഫീഖ്, പ്രിയപ്പെട്ട മുജീബ് മാഷ്, പ്രിയങ്കരനായ ഹുദവി, വേദിയിലുള്ള മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ടീച്ചർ, അതുപോലെ തന്നെ വേദിയിലുള്ള പ്രിയപ്പെട്ട ഖദീജ മിസ്സിസ്, ചടങ്ങിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, യാത്രകൾ ഡയാലിസിസ് സെൻറ്റർ സ്റ്റഡി സെൻറ്റർ ഈ ഡയാലിസിസ് സെൻറ്റർ എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാം ഡയാലിസിസ് സെൻറ്റർ. ശാബ്ദങ്ങൾ സ്റ്റഡി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ രാജ്യം 76ാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ശാബ്ദങ്ങൾ സ്റ്റഡി സെൻറ്റർ നിരവധി മേഖലകളിൽ ഒരുപോലെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ, കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ ആളുകൾക്കിടയിൽ ഐക്യവും സമാധാനവും സൗഹൃദമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ, സ്നേഹ സംഗമങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ റമദാനിലൊക്കെ ഇഫ്താർ അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പൊതുകൂട്ടായ്മ രൂപപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ CT റഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള ശാബ്ദങ്ങൾ സ്റ്റഡി സെൻറ്റർ ശ്ലാഘനീയമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ്. ഞാൻ സ്റ്റഡി സെൻറ്ററിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. സ്വാഗതവും അധ്യക്ഷൻ്റെ പ്രസംഗവും കട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെനിക്കറിയാം. കൊണ്ടോട്ടിയിൽ 5:30 കിയ കാറിൻ്റെ ഒരു ഷോറൂമിൻ്റെ കാറിൻ്റെ ചാവി കൊടുക്കലോ ഉദ്ഘാടനം എന്തോ ആയതുകൊണ്ടാണ്, അത് നേരം വൈകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവസരം ആദ്യമേ ചോദിച്ചു വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ രാജ്യം 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും രാജ്യത്തിൻ്റെ ഐക്യത്തോടും അഖണ്ഡതയോടും കൂടി കൂടുതൽ കൂറുപുലർത്തുന്നതിന് വേണ്ടി നമ്മളെയൊക്കെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു രംഗമാണ്, ഒരു ദിവസമാണ് 76ാം റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും, എല്ലാ വാർഡ് തലം മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെയുള്ള, ചെങ്കോട്ട വരെയുള്ള ഓരോ സ്ഥലങ്ങളിലും രാജ്യത്തിൻ്റെ 76ാം റിപ്പബ്ലിക് ആഘോഷിക്കും, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ നിരന്തരമായി 7.5 പതിറ്റാണ്ടായി നമ്മൾ ആഘോഷിച്ചു വരുന്ന നമ്മുടെ ഇന്ത്യ, ആ ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. മറ്റു രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം കിടപിടിക്കുന്ന സൈനിക മേഖലയിലാണെങ്കിൽ ശരി, സാമ്പത്തിക ശക്തിയാണെങ്കിലും ഒക്കെ ഇന്ത്യയോടൊപ്പം കിടപിടിക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ പോലും ആ രാജ്യങ്ങളിൽ ഏറ്റവും ഈ ജനാധിപത്യ സംവിധാനം ഇതുപോലെ നിലനിൽക്കുന്ന കാര്യം ആ രാജ്യങ്ങളിലൊന്നും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടി റിപ്പബ്ലിക്കായിട്ടുള്ള നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി തവണ ജനാധിപത്യം അപകടത്തിലാവുകയും പട്ടാള ഭരണത്തിലേക്ക് വരികയും സ്വച്ഛാധിപത്യ ഭരണത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ബംഗ്ലാദേശും തഥൈവ. അത് നമ്മുടെ കൂടെ അല്ലെങ്കിലും പിന്നീട് വരുന്ന രാജ്യമാണെങ്കിലും ശരി, ബംഗ്ലാദേശിനും അതേ അവസ്ഥ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയിൽ
ജനാധിപത്യമുണ്ട്. പക്ഷേ സാമ്രാജ്യത്വ ശക്തിയായി അമേരിക്ക നിലകൊള്ളുമ്പോഴും ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലെയുള്ള സംഘടനകളുടെ ആസ്ഥാനമായി അമേരിക്ക അതിന് അവസരം കൊടുക്കുമെങ്കിലും ഒരു ഭാഗത്ത് മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും മാനവികതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന അമേരിക്ക പലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ മാനവിക വേട്ടയ്ക്ക് എല്ലാ സൗകര്യങ്ങളും പണവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഞാൻ പറയുന്നത് ആ രാജ്യങ്ങളിൽ നിന്നും ഏറെക്കുറെ വ്യത്യസ്തമായി നേരായ പാന്താവിലൂടെ, നല്ല ശക്തമായൊരു ഭരണഘടനയിലൂടെ, അതേറെ ശക്തമായൊരു ഫെഡറൽ സംവിധാനത്തിലൂടെ നമ്മുടെ രാജ്യം 7.5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പിന്നിട്ടിരിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി, അത് കഴിഞ്ഞ് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യ റിപ്പബ്ലിക്കാകുന്നത്. ആ രാജ്യം റിപ്പബ്ലിക്കാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം ഇന്ന് അതേപോലെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ടോ? ഏതെല്ലാം മേഖലയിലാണ് മുന്നോട്ട് പോയത്? ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ തളർച്ച നേരിട്ടിട്ടുള്ളത് എന്നുള്ളതും ഒരു വിമർശന വിധേയമായി നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കത് ബോധ്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ 1 പതിറ്റാണ്ടായി നമ്മുടെ രാജ്യം ആ ജനാധിപത്യ സംവിധാനം ശക്തമായിട്ടുണ്ടോ അതോ ദുർബലമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദുർബലമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 10-15 വർഷക്കാലമായി നമ്മുടെ രാജ്യം ജനാധിപത്യം, പൗരാവകാശം, പൗരസ്വാതന്ത്ര്യം ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടേഴ്സ് ഫ്രം ഔട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ പഠനത്തിൽ നമ്മുടെ രാജ്യം പൗരസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 108ാമത്തെ സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ലോകത്ത് പൗരസ്വാതന്ത്ര്യം ഹനിക്കുന്ന, പൗരാവകാശങ്ങൾ നിഷേധിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം ഏറ്റവും വലിയ റാങ്ക് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ 10 വർഷത്തിന് ശേഷമുണ്ടായൊരു നേട്ടമെന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ജനാധിപത്യ ബോധം എന്ന് പറയുന്ന അതാണ്. ജവഹർലാൽ നെഹ്റു രാജ്യത്ത് പ്രധാനമന്ത്രിയായപ്പോൾ ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന് 10% അംഗങ്ങളുടെ ആളുകളെയാണ് പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുക. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിപക്ഷത്തിന് 10% ആളുകൾ ആ പാർട്ടിക്കുണ്ടായിരുന്നില്ല. എന്നാൽ കൂട്ടത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 10% മെമ്പറില്ലെങ്കിൽ പോലും AKG ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാകട്ടെ, ആ AKGക്ക് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും സ്റ്റാറ്റസും നൽകിക്കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ജനാധിപത്യത്തെ മാനിച്ചത്. ആ രാജ്യം ഇങ്ങനെ പിന്നോട്ട് പോന്നപ്പോൾ കഴിഞ്ഞ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ, തൊട്ട് മുമ്പത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 55 അംഗങ്ങൾ വേണ്ടെടുത്ത് 45 അംഗങ്ങളായി ചുരുക്കിയപ്പോൾ ആ പാർട്ടിയുടെ, ഇന്ത്യ മുഴുവൻ അടിവേരുള്ളൊരു പാർട്ടി, ഇന്ത്യ ദീർഘകാലം ഭരിച്ചൊരു പാർട്ടിയുടെ നേതാവിനെ പ്രതിപക്ഷമായി അംഗീകരിക്കാൻ, പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കാത്തൊരു പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ രാജ്യം എത്രമാത്രം പിന്നോട്ട് പോയി എന്നുള്ള കാര്യം ഈ ഒരൊറ്റ ഉദാഹരണം വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും. രാജ്യത്തിലെ, നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏതൊരു സമൂഹം ന്യൂനപക്ഷമാണോ ആ ന്യൂനപക്ഷങ്ങൾ സംതൃപ്തമാണെങ്കിൽ ആ രാജ്യം സംതൃപ്തരാണ്, ക്ഷേമരാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് ന്യൂനപക്ഷങ്ങൾ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് 100 വട്ടം അമേരിക്ക പോലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ എല്ലാ അവകാശങ്ങളും ചവിട്ടിമതിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയുടെ ഒരു നിർക്കയത്തിലേക്ക് തള്ളിവിട്ടൊരു ഭരണകൂടം നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോവുകയാണ്. നിരന്തരമായ ആക്രമണങ്ങളും, പശുവേട്ടയുടെ പേരിൽ, പശുവിനെ കൊന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പശുവിനെ അറുത്തതിൻ്റെ പേരിൽ, മാംസത്തിൻ്റെ പേരിലൊക്കെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് ഏറ്റവും അരക്ഷിതാവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഒരൊറ്റ കാര്യം പറയാം, നമ്മുടെ പാർലമെൻറ്റിൽ ഈ മാരേജ് ആക്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ രാജ്യത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ബി പോക്കർ സാഹിബ് ആ ബില്ല് പാസ്സാക്കാൻ പാടില്ല, നോ എന്ന് പറഞ്ഞപ്പോൾ വെറും 2 അംഗങ്ങൾ മാത്രമുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ ശബ്ദമെന്ന് പറയുന്നത്
ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ ശബ്ദമാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് ആ ബില്ല് മാറ്റിവെച്ച ജവഹർലാൽ നെഹ്റു എത്ര ഉയരത്തിലാണ് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം വളരെ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. ഞാനതിൻ്റെ കണക്കിലേക്ക് ഇപ്പോൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാന് പിന്നിലാണ് ഇന്ത്യ, ശ്രീലങ്കയെക്കാളും പിന്നിലാണ് ഇന്ത്യ, ബംഗ്ലാദേശിനേക്കാളും നേപ്പാളിനേക്കാളും പിന്നിലാണ് ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്കായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ദാരിദ്ര്യത്തിലേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യം നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ ഏറ്റവും കൂടുതൽ അതിൻ്റെ റാങ്കിങ്ങിൽ ഇന്ത്യ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. പൗരാവകാശങ്ങൾ ലോകത്ത് നിഷേധിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രത്യേകമായ ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് സത്യത്തിൽ ഈ റിപ്പബ്ലിക്കിൻ്റെ ആഘോഷവേളയിൽ നമ്മൾ ആലോചിക്കേണ്ടത്. നജ്മ തബ്ഷീർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാവി പ്രതീക്ഷയാണ് നജ്മ. മാത്രമല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ ഹിദായത്തുള്ളയുടെ മോള് കൂടിയാണ് നജ്മ തബ്ഷീറ. നജ്മ തബ്ഷീറയുടെ പ്രസംഗമാണ് നമ്മളെല്ലാവരും ഇനി കാത്തു നിൽക്കുന്നത്. അവർ പ്രഭാഷണം നടത്തും. ഞാൻ അതിൻ്റെ കൂട്ടത്തിലേക്കൊന്നും ഇപ്പം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ രാജ്യം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിലെ നിയമങ്ങൾ കാറ്റിൽ പറത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫെഡറൽ സംവിധാനത്തിൽ ഓരോ രാജ്യങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ കേരളം ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഓരോ ഫെഡറൽ സംവിധാനത്തിലും നമുക്ക് യൂണിയൻ ലിസ്റ്റുണ്ട്. അവർ നജ്മ തബ്ഷീർ ആ കാര്യങ്ങൾ കൂടി പറയും. ഇവിടെ മറ്റ് അഡ്വക്കേറ്റുമാർ കൂടിയുണ്ട്. യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പോലെയുള്ള മേഖലകളിൽ രണ്ട് ഭരണകൂടങ്ങൾക്കും, കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഭരണകൂടത്തിനും ഒരുപോലെ ഇടപെടാൻ സൗകര്യമുള്ള വിഷയമാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ UGCയുടെ പുതിയ നയം വന്നു. വിദ്യാഭ്യാസ നമ്മുടെ രാജ്യത്ത് പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നു. ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഇല്ലാതാക്കിക്കൊണ്ട് UGCയുടെ കാര്യം വിശദമായി പറഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരു കോളേജിലെ പ്രിൻസിപ്പലെ പോലും നിയന്ത്രിക്കണമെങ്കിൽ, പണ്ട് പ്രിൻസിപ്പലെ നിയമിക്കണമെങ്കിൽ നമുക്ക് ആ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട നിബന്ധനകൾക്ക് വിധേയമായ ഒരു പ്രിൻസിപ്പലെ നിയമിക്കാമായിരുന്നു. എന്നാൽ ഇന്ന് UGCയുടെ പുതിയ നയം നടപ്പിലാക്കുമ്പോൾ, പുതിയ നിബന്ധനകൾ നടപ്പിലാക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പലെ വരെ കേന്ദ്രം നിയമിക്കുന്നിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെഡറൽ സംവിധാനം മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി പറഞ്ഞത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം തകർത്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ വേളയിൽ നമ്മൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ടത്. എന്തായാലും ഈ സമയത്ത് വളരെ അവസരോചിതമായ രീതിയിൽ ഒരു ചർച്ച സംഘടിപ്പിച്ച് ഒരു പ്രഭാഷണം, പ്രത്യേകിച്ച് നജ്മ തബ്ഷീറെ പോലെയുള്ള ആളുകളുടെ പ്രഭാഷണം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ശിഹാബ് സ്റ്റഡി സെൻറ്ററിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും ബഹുമാന്യരായ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥി പ്രിയങ്കരനായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ, ഇവിടെ സംസാരിച്ച് ഉദ്ഘാടനം ചെയ്തു പോയ നമ്മുടെ പ്രിയങ്കരനായ MLA TV ഇബ്രാഹിം സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ വിവിധ പോഷക സംഘടനകളിലെ പ്രവർത്തകർ, നേതാക്കൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, വാഴക്കാട് ശിഹാബ് സ്റ്റഡി സെൻറ്റർ സംഘടിപ്പിക്കുന്ന 76ാം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ഇന്ത്യ എന്ന തലക്കെട്ടിലുള്ള ഒരു പ്രഭാഷണ പരിപാടി സമകാലിക ഇന്ത്യയിൽ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല.
രാജ്യം നാൾക്ക് നാൾ കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും വിവിധ ജനവിഭാഗങ്ങളും രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ നീക്കങ്ങളിൽ ഉത്കണ്ഠാകുലരായി തെരുവുകളിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളും രാജ്യത്തെ നീതിപീഠവും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ തീർത്തും കാർമേഘങ്ങൾ മൂടിയ ഒരു കാലഘട്ടത്തിലാണ് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം നമ്മുടെ മുമ്പിലേക്ക് സംജാതമാകുന്നത്. ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന, ഏറ്റവും സമഗ്രവും ഗംഭീരവുമായ ഭരണഘടന, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സമൂഹം ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം നമ്മൾ ആശങ്കാകുലരായി ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യേണ്ട ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. 1946 ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൻ്റെ ഔദ്യോഗിക തലങ്ങൾ ആരംഭിക്കുകയും എന്നാൽ 1949 ഭരണഘടന അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോഴേക്കും ഈ 3 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. 46-ലുള്ളതുപോലെ ആയിരുന്നില്ല 49-ലെ ഇന്ത്യ. ഇന്ത്യയിലെ ഭൂപടം മാറിമറിഞ്ഞു. ഒരു വലിയ രാജ്യം വെട്ടിമുറിഞ്ഞ് രണ്ടായി മാറി. ഇന്ത്യയിൽ നിന്ന് 2 കോടി ജനങ്ങൾ അഭയാർത്ഥികളായി. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് പോലും കൊല്ലപ്പെട്ടു. ജാതി മതഭേദമന്യേ ജനങ്ങൾ അസ്വസ്ഥരായി. രാജ്യത്തിൻ്റെ അതിർത്തി മാറ്റിവരക്കപ്പെട്ട ഈ 3 വർഷത്തിനിടയിലാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപം കൊള്ളുന്നത് എന്നത് തന്നെ എത്ര സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാജ്യത്ത് വിവിധ ജാതികൾ മതങ്ങൾ അധിവസിക്കുമ്പോൾ ഈ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായി കാണുകയും ആ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ജനങ്ങളെ ഭിന്നിപ്പുണ്ടാക്കുകയും ആ ഭിന്നിപ്പുകൾക്കിടയിലൂടെ അധികാര കസേരയിലേക്ക് കുറുക്കുവഴി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും അത് ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഭരണഘടനയുടെ ശില്പിയായ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കാൻ ഏറ്റവും ഉത്സാഹം കാണിക്കുകയും അതിനു മുമ്പിൽ നിൽക്കുകയും ചെയ്ത മുസ്ലിം ലീഗിൻ്റെ അതേ ആശയധാരയിൽ പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നമുക്ക് ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ പ്രത്യേകമായ ഉത്തരവാദിത്വവും അത് സംരക്ഷിക്കാനുള്ള അധികാരവുമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ സുദീർഘമായൊരു സംസാരത്തിലേക്ക് കടക്കുകയല്ല. 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അംബേദ്കർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ നമ്മൾ മറികടന്നാലും വർഗീയമായൊരു ഭൂരിപക്ഷത്തെ മറികടക്കാൻ ഇന്ത്യ ഏറെ പ്രയാസപ്പെടും എന്ന വാക്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റിയെ നമ്മൾ മറികടന്നാലും കമ്മ്യൂണൽ മെജോറിറ്റിയെ മറികടക്കാൻ ഇന്ത്യയിലെ ഭരണഘടനയിൽ നിരവധിയായിട്ടുള്ള വാക്യങ്ങൾ, അതിനുള്ള പ്രൊവിഷൻസ് എഴുതി ചേർത്താണ് ഈ ഭരണഘടന പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ മഹത്തായ സംഗമം ആൾബലം കൊണ്ട് ചെറുതാണെങ്കിലും ആശയം കൊണ്ട് വളരെ വലുതാണ് എന്ന് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ശിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രവർത്തകനും നമുക്കേവർക്കും പ്രിയങ്കരനുമായ ബഹുമാന്യനായ CT റഫീഖ് സാഹിബാണ്. അദ്ദേഹത്തെ ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിവിടെ ഉദ്ഘാടനം ചെയ്ത TV ഇബ്രാഹിം MLA സാഹിബ് അവരോടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയും ഇന്നിവിടെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമുക്കേവർക്കും പ്രിയങ്കരിയായ ജനപ്രതിനിധിയും നിയമപണ്ഡിതയും സർവോപരി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായ നമ്മുടെ ഏവരുടെയും അഭിമാനമായ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയാണ്. അവരെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൗഷാദ് സാഹിബ്, വാഴക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീന സലീം,
വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ പ്രസിഡന്റ് MC സിദ്ദീഖ് മാസ്റ്റർ, ബഹുമാന്യനായ മോട്ടമ്മൽ മുജീബ് മാസ്റ്റർ, CA കരീം സാഹിബ്, അതുപോലെ റഹ്മാൻ വെട്ടുപാറ, K ഷറഫുന്നിസ, മണ്ണറോട്ട് ഫാത്തിമ, ആയിഷ മാരാത്ത്, KT ഖദീജ, RP ഹാരിസ്, MC നാസർ സാഹിബ് തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രഗത്ഭരും നമുക്കേവർക്കും പ്രിയങ്കരരുമായിട്ടുള്ള നമ്മുടെ പ്രവർത്തകർ, നേതാക്കൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ശിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്ററിൻ്റെ ഡയറക്ടർമാരായ സവാദ് മുണ്ടുമൊഴി, MC റഫീഖ്, അതുപോലെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് സ്വാദിഖ് കാക്കാടനാണ്. ഈ മഹത്തായ സംഗമത്തിൽ വന്നു ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബഹുമാന്യ നമ്മുടെ പ്രിയങ്കരിയായ KM ജമീല ടീച്ചർ, അതുപോലെ ഡെൽറ്റ സഹീർ തുടങ്ങി ഒരുപാട് ആളുകളെ പേരെടുത്ത് പറയേണ്ടതുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ശിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്ററിന് വേണ്ടി കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് CT റഫീഖ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആമുഖ ഭാഷണത്തിൽ ഡോക്ടർ വാഹിദ് ഹുദവിയും ഉദ്ഘാടന ഭാഷണത്തിൽ പ്രിയങ്കനായ MLAയും സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിലുപരി നാമൊക്കെ മനസ്സിലാക്കിയവരാണ്. രാജ്യം നാളെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഏറെ സങ്കടകരമായ സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കിൻ്റെ 76 ആണ്ട് പിന്നിടുന്നതും ഭരണഘടനാനുസൃതം ലഭിക്കേണ്ട അവകാശങ്ങൾക്കായി ഭാരതത്തിലെ പിന്നോക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾ വർത്തമാനകാലത്തും കേഴുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. അതിലേക്കുള്ള വിഷയങ്ങളും അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഇന്ത്യ മഹാരാജ്യം നാം എല്ലാം കൂടി കെട്ടിപ്പടുത്ത ഈ രാജ്യത്ത് പ്രതീക്ഷകൾ നൽകുന്ന നല്ല വർത്തമാനങ്ങൾക്ക് വേണ്ടിയാണ് എടവണ്ണപ്പാറയിലെ മനോഹരമായ ഈ പ്രസ് ക്ലബിൽ .com ഹാളിൽ നാമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ ഇടങ്ങൾക്കപ്പുറത്ത് വേദികൾ ആഗ്രഹിക്കുന്നവരും അവർക്ക് പരസ്പരം ചർച്ച ചെയ്യാനും പൊതു സംഗമത്തിൽ വേദി ഒരുക്കാനുമാണ് 10 വർഷം മുമ്പ് ശിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്റർ ഇവിടെ രൂപം നൽകിയത്. എൻ്റെയൊക്കെ MSF കാലഘട്ടത്തെ സുഹൃത്തുക്കൾ അവർ ജേർണലിസം മേഖലയിലേക്കും മറ്റു ഗവൺമെൻറ് ഉദ്യോഗങ്ങളിലേക്കൊക്കെ പോയപ്പോൾ അവർക്ക് ഒരുമിച്ച് കൂടി നമ്മുടെ കണ്ണപ്പാളിൽ ഇരുന്നപ്പോഴുള്ളൊരു ആശയത്തിൻ്റെ പിറവിയാണ് ശിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്റർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ KP രാമനുണ്ണിയും P സുരേന്ദ്രനൊക്കെ പങ്കെടുത്ത സ്നേഹസംഗമങ്ങൾ, വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഭിമാനപൂർവ്വം നമ്മൾ സമർപ്പിച്ച ആദ്യ പൊതുപ്രവർത്തന നിലയ്ക്കുള്ള ശിഹാബ് തങ്ങൾ കുടിവെള്ള പദ്ധതി, അഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആവിഷ്കരിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഉൾപ്പെടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊപ്പമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും വേദിയുമായി നമ്മൾ മുന്നോട്ട് ഗമിക്കുന്നത്. ഈ പരിപാടിയിൽ ഒരു നിർബന്ധ ഇൻവിറ്റേഷൻ നമ്മൾ ആരും നൽകിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടി കൃത്യം 2 ദിവസം മുമ്പ് ശ്രീമതി നജ്മ തബ്ഷീറുടെ പോസ്റ്ററോട് കൂടി അനൗൺസ് ചെയ്തപ്പോൾ പ്രത്യേകം സെൻറ്റർ തയ്യാറാക്കിയ രജിസ്ട്രേഷൻ ഫോമിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഇവിടെ സമ്മതിച്ചത് എന്നുള്ളത് അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. പ്രിയങ്കരായ ഒക്കെ കുടുംബാംഗങ്ങളാണ്. വാഴക്കാട് പഞ്ചായത്തിലെ പൊതുരംഗത്തും ഗ്രാമപഞ്ചായത്തിൻ്റെ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരായ ഒരുപാട് ആളുകൾ, അവരൊക്കെ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന അപ്പുറത്ത് വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്നപ്പോൾ വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് പ്രിയപ്പെട്ട ടീച്ചർ സഹസ്യ ടീച്ചറും യാസർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഇവിടെ വന്ന നേതാക്കന്മാരൊക്കെ ഇവിടെ അഭിവാദ്യം ചെയ്തു. ഇതിനേക്കാളും ഒരുപാട് ആദരവ് അറിയിക്കുന്ന ഒരുപാട് ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ വേദി രണ്ടും അത്ര ഡിഫറൻസ് ഇല്ല. ഒരു ഔപചാരിക വേണ്ടിത്തരം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാവരെയും, ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അർഹിക്കുന്ന ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് അഭിവാദ്യം ചെയ്യുകയാണ്. പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ഔപചാരികയിലേക്ക് കടക്കുന്നില്ല. 2 അഭിവാദ്യ ആശംസ ഭാഷണം ചുരുങ്ങിയ വാക്കിൽ നടക്കുകയാണ്. ഒന്ന് അഭിവന്യനായ MK നൗഷാദ് സാഹിബും MC സിദ്ദീഖ് സാഹിബും റഹ്മാൻ വെട്ടുപാറ സാഹിബിനെ പോലെയുള്ള മാധ്യമ രംഗത്തുള്ള ഒരുപാട് ആളുകൾ, നേരത്തെ ഇത്തരത്തിലെ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന മാധ്യമങ്ങൾ ശ്രദ്ധേയമായ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി രംഗത്ത് വന്ന
ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അഭിമന്യനായ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന വിപ്ലവങ്ങൾക്ക് നമുക്കിടയിൽ നിന്ന് ഒരാളായി നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ അഡ്വക്കേറ്റ് MKC നൗഷാദ് സാഹിബ് ആദ്യം ആശംസ അറിയിക്കും. അതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഇവിടെ ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം വിഷയാധിഷ്ഠിതമായി നമ്മോട് സംസാരിക്കുന്ന സഹപ്രവർത്തക കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, പ്രിയപ്പെട്ട MC സിദ്ദീഖ് മാഷ്, മുജീബ് മാഷ്, CA കരീം, അതുപോലെ തന്നെ റഹ്മാൻ വെട്ടുപാറ, ഷറഫ് നിസ, മണ്ണറോട്ട് ഫാത്തിമ, ആയിഷ മാരാത്ത്, KT ഖദീജ, RP ഹാരിസ്, MC നാസർ സാഹിബ്, അതുപോലെ തന്നെ സവാദ് കൊണ്ടുപോയി, MC റഫീഖ്, ഇവിടെ നമ്മുടെ ആമുഖ ഭാഷണം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട വാഹിദ് ഉദവി, പ്രിയ സുഹൃത്ത് സാദിഖ്, അതോടൊപ്പം റഫീഖ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജനപ്രതിനിധികളുണ്ട്. വനിതാ ശാക്തീകരണ കൂട്ടായ്മയിൽ അതിൻ്റെ മുന്നിൽ നിന്ന് തേര് തെളിയിക്കുന്ന ഒരുപാട് സഹോദരിമാരുടെ സാന്നിധ്യം ഈ ചടങ്ങിലുണ്ട്. നമുക്കറിയാം, നജ്മയുടെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് കാതോർക്കുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളുടെ ഒരു സാന്നിധ്യം നജ്മ വരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഞാൻ വഴിമാറുകയാണ്. 76ാം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ഒരു സമയത്തുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയുടെ അതിൻ്റെ ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അഭിമാന പുരസ്സരം എല്ലാ ഇടങ്ങളിലും എല്ലാ തലങ്ങളിലും സമർപ്പിക്കുന്നവരാണ് നമ്മൾ. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ ലോകത്ത് സമാനമായ മറ്റൊന്നില്ല എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്നവരാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ 76ാം റിപ്പബ്ലിക് ഡേ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ഒരു കൈപ്പുസ്തകം പോലെ ആ ഭരണഘടന കയ്യിലേന്തി നടക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. പ്രതിപക്ഷ നേതാവ് ഭരണഘടന കൈകളിലേന്തി നടക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുള്ളത് ഭരണകർത്താക്കൾക്ക് ഭരണഘടനയെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്ന പൊതു ചടങ്ങുകളിൽ പോലും ഭരണഘടന ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന. ഭരണഘടനയില്ലാത്ത ഒരു രാഹുൽ ഗാന്ധിയെ നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല. അത്രമേൽ വലിയ ആശങ്കകൾ, അത്രമേൽ വലിയ പ്രയാസങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ കോടിക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ആ ജനങ്ങളുടെ മുഴുവൻ ജാതിയുടെ, വർണ്ണത്തിൻ്റെ, വേഷത്തിൻ്റെ, മതത്തിൻ്റെ എല്ലാ ആ കാറ്റഗറിയൊക്കെ മാറ്റിവെച്ചാൽ ആ പരിഗണനകൾക്കൊക്കെ അതീതമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഇന്ത്യൻ, നജ്മ അത് പറയാൻ മതി, ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും മാഗ്ന കാർട്ട എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്. ആർട്ടിക്കിൾ 14 to 35 അത് ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ്. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്. ആ സമത്വത്തെപ്പോലും നിരാകരിക്കുന്ന വിധത്തിൽ, തുല്യാവകാശത്തെ പോലും ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ, ഇതിനെ ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള വിധത്തിലാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത്. വിശാസ്പദമായി സവിസ്തരം നജ്മ പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലക്ക് നമുക്ക് ഊർജവും ആവേശവും പകരുന്നതാണ് ഏത് വിധത്തിലുള്ള ചർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ വിശകലനങ്ങളുമെല്ലാം. അതിനുതകുന്ന വിധത്തിൽ ഇത്തരത്തിൽ മഹത്തായ ഒരു ചടങ്ങ് സന്ദർഭോചിതമായി സംഘടിപ്പിച്ച ഷിഹാബ് തങ്ങൾ സ്റ്റഡീസ് സെൻ്ററിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാനം നിറഞ്ഞ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, സ്റ്റഡി സെൻ്ററിൻ്റെ ചെയർമാൻ CT റഫീഖ്, കൺവീനർ ഡോക്ടർ വാഹിദ് ഹുദവി, വേദിയിലിരിക്കുന്ന വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നൗഷാദ് ഖാൻ, ഷബീന സലീം വൈസ് പ്രസിഡന്റ്, സിദ്ദീഖ് മാഷ്, കരീം എളമരം തുടങ്ങി വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികൾ, വേദിയിലെ സദസ്സിലുമായി പരന്നു കിടക്കുന്ന പ്രിയപ്പെട്ട അതിഥികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ,
ഞാൻ 1-2 കൗതുകങ്ങൾ പങ്കുവച്ചിട്ട് തുടങ്ങാം കേട്ടോ. അഗാധമായൊരു പ്രസംഗത്തിലേക്കുള്ളൊരു പാങ്ങ് എനിക്കില്ലാത്തതാണ്. ഒന്നാമത്തെ കൗതുകം, പ്രാദേശികമായി വളരെ ചലനാത്മകതയോട് കൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്റ്റഡി സെൻറ്റർ. ശീലമില്ലാത്തതാണല്ലോ. അങ്ങനെ ഒരു സ്റ്റഡി സെൻറ്റർ നടത്തുന്ന പരിപാടി, അല്ലെങ്കിൽ നിറഞ്ഞ കളറുകളുമായി കുറേ പെണ്ണുങ്ങൾ, അതെനിക്ക് ഭയങ്കര കൗതുകം തോന്നുന്നൊരു കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും കുറച്ചധികം ടെൻഷനും തോന്നുന്നൊരു കാര്യമാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ അങ്ങനെയുള്ള കൂടിയിരിപ്പുകളിൽ നമ്മൾ വലിയ പങ്കാളികളാവുന്നു എന്നൊക്കെ പറയുന്നത് കുറച്ചു കാലം മുമ്പ് പോലും നമുക്ക് കാണാൻ സാധിക്കാത്തൊരു കാഴ്ചയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ ഭൂപ്രദേശത്തിന് മാത്രമായിട്ട് പണ്ടെന്ത് വ്യത്യാസം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പൊതുവിൽ നമ്മൾ കാണാത്തൊരു കാഴ്ചയായിരുന്നു. രണ്ടാമത്തെ കാര്യം, പറഞ്ഞ പോലെ വലിയ തയ്യാറെടുപ്പുകളില്ലാത്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനൊരു വിഷയത്തിൽ വലിയൊരു സംസാരത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ളൊരു സാഹസം, അതിൽ ഞാൻ കൗതുകം ഉന്നയിക്കുന്നു. സ്റ്റഡി സെൻറ്ററിലെ റഫീഖ് ഖാനോടും പിന്നെ ഹുദവിനോടൊക്കെ പറയാനുള്ളത് അത് സാഹസമായിരുന്നു. അതിൽ ഞാൻ നന്ദി പറയുന്നൊന്നുമില്ല. ഞാൻ എങ്ങനെയാണ് അതിനെ എന്ത് വാക്കുകൊണ്ടാണ് ഞാൻ അതിനെ അഭിസംബോധന ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സംശയം. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് വന്നു. എന്നാൽ പിന്നെ ഒരു കൗതുകം കൊടുത്തേക്കാം, എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടാൽ പോരെ. എളുപ്പമുള്ള പരിപാടിയാണല്ലോ. നമുക്ക് എന്തെങ്കിലും അവസാനിപ്പിക്കേണ്ട, നിർത്തേണ്ട, ചോദ്യചിഹ്നം വേണ്ട. ഈ സാധനം കിട്ടി കഴിഞ്ഞാൽ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പം ആ 2 വികാരങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു. പക്ഷെ ഗൗരവമായൊരു വിഷയമാണ് റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ ഓർക്കാറുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടുകയും സ്വന്തമായി ഭൂപ്രദേശം ഉണ്ടാവുകയും സ്വന്തമായി അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു രാജ്യത്തിന് പിന്നീട് എന്തിനാണ് ഒരു റിപ്പബ്ലിക് ദിനം എന്ന്? സ്വാതന്ത്ര്യം ആയല്ലോ, പിന്നെ എന്താണ് ഈ റിപ്പബ്ലിക് എന്നുള്ളൊരു സംശയം പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1.3 ബില്യൺ ജനങ്ങൾ അധിവസിക്കുന്ന 22ഓളം ഒഫീഷ്യൽ ലാംഗ്വേജുകൾ, ഭാഷകൾ തന്നെയുള്ള, തിരിച്ചറിയപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത മനുഷ്യന്മാർ വസിച്ചുകൊണ്ടിരിക്കുന്ന, ഭാഷ കൊണ്ട്, വേഷം കൊണ്ട്, മതം കൊണ്ട്, ജാതി കൊണ്ട്, ലിംഗം കൊണ്ട്, എല്ലാം കൊണ്ട് വ്യത്യസ്തരായ ഒരു വലിയ ഭൂപ്രദേശത്തെ മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഘടകം ഒരു കേവല വികാരം എന്നതിനപ്പുറത്ത്, ഞാൻ ഇന്ത്യനാണ് എന്നൊരു കേവല വികാരം അപ്പുറത്ത് എന്താണ്? ഈ നമ്മൾ കൊടുക്കുന്ന മഹറാണ് ഭരണഘടന. ഈ ഒരു ബന്ധത്തിൽ നമ്മൾ മഹറാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഈ ഭരണഘടനയാണ് ഞാനും നിങ്ങളും ഇന്ത്യനാണ് എന്ന് അംഗീകരിക്കുന്നതും നമ്മൾ സഹോദരന്മാരാണ് എന്ന തുല്യതാബോധം നമ്മളിൽ ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള അഭിമാന ബോധത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതും ആ ഡോക്യുമെൻ്റ് ആണ് പ്രിയപ്പെട്ട നൗഷാദ് വക്കീൽ സൂചിപ്പിച്ച പോലെ നമ്മളെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. സമത്വത്തിൻ്റെ അതിനൊക്കെ അപ്പുറത്തേക്ക് അഭിമാനത്തോടു കൂടിയുള്ള ഒരു അതിജീവനത്തിൻ്റെ ഇന്ത്യക്കാരുടെ ഒരു മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ജനുവരി 26-ന് 76 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജനുവരി 26-ന് ഉണ്ടാവുന്ന ഭരണഘടനയോടുകൂടിയാണ് നമ്മൾ പൂർണ്ണമായും ഒരു രാജ്യമായി മാറുന്നതും പൗരരായി മാറുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഭരണഘടന ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ ഭരണഘടനയെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു 10 മടങ്ങപ്പുറം ഭരണഘടനയെ മനസ്സിലാക്കിക്കൊണ്ടേ ജീവിക്കാൻ പറ്റൂ എന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട കാലവുമാണ്. ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും ഒരു ചെറിയ ചുവന്ന പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് പാർലമെന്റിൽ പോകേണ്ടി വരുന്നു എന്നതും, പാർലമെന്റിലെ സെഷൻ കഴിഞ്ഞ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നു എന്നതും നമ്മൾ എത്തിച്ചേർന്ന ഒരു ഗതികേടിൻ്റെ അവസാനത്തെ ചിത്രമാണ്. നമ്മൾ പ്രവർത്തിക്കുന്നത് ഭരണഘടനയുള്ള ഒരു രാജ്യത്തിലാണെന്നും ആ ഭരണഘടന നമുക്ക് ചില അവകാശങ്ങൾ ഉറപ്പു തരുന്നുണ്ട് എന്നും ദിവസം ഓർമ്മപ്പെടുത്തേണ്ടി വരുന്ന ആരെ? ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെയോ വിദ്യാർത്ഥികളെയോ യുവജനങ്ങളെയോ അല്ല. ഈ രാജ്യത്തെ നിയമം കൈകാര്യം ചെയ്യുന്ന, നിയമങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ അധികാരമുള്ള, പുതുതായി നിയമങ്ങൾ സൃഷ്ടിക്കാൻ അധികാരമുള്ള മനുഷ്യരെ ഇവിടെ ഒരു ഭരണഘടനയുണ്ട് എന്ന് ദിനേന ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എത്തിച്ചേർന്ന ഗതികേടിൻ്റെ അവസാനത്തെ ചിത്രമാണ്. ആ അവസാനത്തെ ചിത്രത്തിൽ തന്നെയാണ് നൗഷാദ് ഇവിടെ അവസാനമായി നമ്മുടെ മുന്നിൽ വെച്ചത്.
ആ സമയത്താണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് വീണ്ടും പറയുന്നത്. പറഞ്ഞ പോലെ നമ്മളൊരു ഐഡന്റിറ്റി, മേൽവിലാസമാണ് ഭരണഘടന എന്ന് എളുപ്പത്തിൽ പറഞ്ഞു പോകും. അതിനും അപ്പുറത്തേക്ക് ഇക്കാലത്ത് അതിനെന്താ പ്രസക്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമ്മൾ 76ാം ഭരണഘടന അല്ലെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ കുറച്ചുകൂടി നോക്കേണ്ടത് ഈ കാലത്ത് എവിടെയാണ് ഈ സാധനം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കറിയാം ഇങ്ങനൊരു സാധനം ഉണ്ട്, നമുക്ക് ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, ഭരണഘടനയുണ്ട്, അതിൽ നമുക്ക് ഉത്തരവാദിത്വങ്ങളും അതുപോലെ തന്നെ അവകാശങ്ങളും പറയുന്നുണ്ട്. മൗലിക ഉത്തരവാദിത്വങ്ങളും മൗലിക കടമകൾ, അവകാശങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇക്കാലത്ത് നമ്മൾ ഇതിലൂടെ പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ഈ വർഷം 2025 ചോദ്യം. ആ 2025 ചോദ്യത്തിനാണ് പ്രാവശ്യത്തെ ജനുവരി 26 നമ്മൾ മറുപടി പറയേണ്ടത്. 2025 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വർഷമാണ്. 2024 വരെ നമുക്ക് ആ പ്രത്യേകത പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. കുറേ കാലങ്ങളായിട്ട് നമ്മൾ 2024 കാത്തിരിക്കുന്ന മനുഷ്യരായിരുന്നു. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമ്മൾ 2024 കാത്തിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് വരുന്നു, പാർലമെന്റിലേക്ക് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുന്നു, നമുക്ക് വീണ്ടും വോട്ടവകാശം നമ്മുടെ കയ്യിൽ വരുന്നു, ഈ രാജ്യത്ത് ആര് നയിക്കണമെന്ന തീരുമാനത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള സമയമാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷെ 2025 2024 ആശങ്കയോടുകൂടി സാമാന്യ ജനങ്ങൾ കാണുന്നൊരു വർഷമാണ്. ആ ആശങ്കയുടെ കാരണം ഒരു ചരിത്രബോധമാണ്. 1925 സെപ്റ്റംബർ 27 മറ്റോ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന പൂർണ്ണമായും ഇന്ത്യയുടെ അധികാരം കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന വണ്ണം വളർന്നതിന് ശേഷം അവരുടെ 100ാമത്തെ വാർഷികത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വർഷമാണ് 2025. RSSന്റെ 100ാം വാർഷികമാണ് 2025 എന്ന് പറയുന്ന വർഷം. RSS എന്ന് പറയുന്ന സംഘം തന്നെയല്ല ആദ്യം വിശേഷിപ്പിക്കുന്നത്. അവരെ ഒരു രാഷ്ട്രീയ സംഘടനയായി ഏതെങ്കിലും തരത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അവരത് അവകാശപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർ അംഗീകരിക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഒരു സംഘം അങ്ങനെ മാത്രം വിശേഷിപ്പിക്കുന്നത്. ആ സംഘം 1925 സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് അവരുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രൂപീകരിക്കപ്പെട്ട് പിന്നീടുണ്ടായ 10-20 വർഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയങ്ങളാണ്. 25 ശേഷമാണ് സംഘടിതമായി തന്നെ അതിന് വലിയൊരു സ്വഭാവം കൈവരിക്കുന്നതും അതിന് നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കൃത്യമായി പ്രതിഷ്ഠിക്കപ്പെടുന്നതും നെഹ്റുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടക്കുന്ന ഒരു സമയം. ആ സമരങ്ങൾ നടക്കുന്ന സമയത്ത് RSS എവിടെയായിരുന്നു എന്നുള്ള ചിത്രം അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും അധികാരം കൈവരികയും ചെയ്തതിന് ശേഷം പിന്നീടുള്ള അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയാം, അവരുടെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ഈ പ്രവർത്തന ശൈലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2025 എത്തുന്നത് എന്ന് വെച്ചാൽ അവർ ഒരു സംഘടനയുടെ ഏറ്റവും ഒരു പീക്ക് പോയിന്റ് ആണ് 100ാം വർഷം എന്ന് പറയുന്നത്. അങ്ങനെ സാധാരണഗതിയിൽ നിലനിൽക്കുന്ന ഒരു 100 വർഷം അതിജീവിച്ച് വരുന്ന സംഘടന എന്ന് പറയുന്നത് ചില്ലറ സാധനമല്ല. ഒരു കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. അത് പല രൂപത്തിലാവാം. ചെറിയ കലാപരിപാടികളിലൂടെയോ ചെറിയ സംഘം ചേർന്നുള്ള പാഠ്യ പദ്ധതികളിലൂടെ ആയുധ പരിശീലനങ്ങളിലൂടെ ഒക്കെ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ആ സംസ്കാരം മനുഷ്യരെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്രത്യയശാസ്ത്രം അവരുടെ പ്രത്യയശാസ്ത്രമായി രൂപപ്പെടുത്തുകയും കൃത്യമായി ഉണ്ടാക്കപ്പെട്ട പ്രത്യയശാസ്ത്രം മനുഷ്യരിലേക്ക് പകരുകയും അതിനനുസരിച്ച് മനുഷ്യരെ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു പ്രോസസ്സാണ് RSS എന്ന് പറയുന്ന സംഘം കാലങ്ങളായി ചെയ്തു വരുന്നത്. അവരുടെ രാഷ്ട്രീയ മുഖംമൂടിയാണ് BJP എന്നതും വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം. അധികാരമാണ് പരമമായ ലക്ഷ്യമെന്നും ആ അധികാരത്തിലൂടെ മാത്രമേ ഹിന്ദു രാഷ്ട്രം എന്ന അവരുടെ സ്വപ്നത്തിലേക്ക് അവർക്ക് നടന്നെടുക്കാവൂ എന്നും അവരാദ്യം പറയുന്നുണ്ട്. ഈ അധികാരത്തിലേക്ക് എത്താൻ അവർക്ക് കുറച്ചധികം വർഷങ്ങൾ പ്രയത്നിക്കേണ്ടി വന്നു. പക്ഷെ പ്രയത്നിക്കേണ്ടി വന്നതിന് ശേഷം ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു വളരെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പം 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ശരിയാണ്, ഇത് BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഇന്ത്യ അല്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് BJP എന്ന രാഷ്ട്രീയ കക്ഷിയല്ല. NDA എന്ന് പറയുന്ന മുന്നണിയാണ്. അവർക്ക് കൂട്ടുകക്ഷികളുണ്ട്. കൂട്ടുകക്ഷികളുടെ അഭിപ്രായം മുൻപിലേക്ക് അവരത് പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷേ
പറഞ്ഞാൽ ഇത് RSSന്റെ രാഷ്ട്രീയ മുഖംമൂടി തന്നെയാണ്. അവരുടെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാനുള്ള ഒരിടം തന്നെയാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി. നമുക്ക് പറഞ്ഞ പോലെ അവർക്ക് വലിയൊരു ഭൂരിപക്ഷമൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിന്ന് ഇന്ത്യ എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാവുന്നു. ആ മുന്നണി വളരെ ജനാധിപത്യ ബോധത്തോടു കൂടി ഭരണഘടനയെ മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരാണെങ്കിലും തമ്മിൽ പ്രാദേശികമായി ഫൈറ്റ് ചെയ്യുന്ന കൂട്ടരാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഇവരിതാ ഒരുമിച്ച് നിൽക്കുകയും ഒരു കോമൺ പർപ്പസിൽ ഒരുമിച്ച് നിൽക്കുകയും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ വളരെ സുശക്തമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ആശ്വസിക്കാം. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാം. ചൂടാണല്ലോ മൊത്തത്തിൽ. അപ്പൊ ആശ്വസിക്കാനൊക്കെ നമുക്കൊരു വകുപ്പുണ്ട്. പക്ഷേ അത്ര നിഷ്കളങ്കാണോ കാര്യങ്ങൾ? റഫീഖ് നേരത്തെ സൂചിപ്പിച്ച് എനിക്ക് ഭയങ്കര പേടിയുണ്ടാക്കി. അതേപോലെ നമ്മൾ ഈ കാലത്ത് ചർച്ച ചെയ്യേണ്ട കുറേ വിഷയങ്ങൾ, അതിൽ ആശങ്കകൾക്കൊക്കെ അപ്പുറത്തേക്ക് പ്രതീക്ഷ നൽകുന്ന ചില കൺക്ലൂഷനുകൾ, അതിലെത്തിച്ചേരാൻ നമുക്ക് ചർച്ചകളുടെ ആവശ്യമുണ്ട്. ഇരുത്തി നോക്കി നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ അത്ര ഒപ്റ്റിമിസ്റ്റിക് ആവാൻ പറ്റുന്ന സാധനങ്ങളാണോ പ്രായോഗികമായി നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് തോന്നിപ്പോകും. അത്ര നിഷ്കളങ്കമായി അത്ര ഒപ്റ്റിമിസ്റ്റിക്കായി മുന്നോട്ട് പോകാൻ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇത് എത്രയായാലും ഭിന്നിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ നമ്മൾ പറയാം. ഇന്ന് ഇപ്പം BJPക്ക് വലിയ പവറൊന്നും ഇല്ല കേട്ടോ നമ്മൾ പറയുകയാണേ, കുഴപ്പമൊന്നുമില്ല, ശരിയാണ്, ഫാക്റ്റാണ്. ഈ BJPക്ക് എത്ര പവറൊന്നുമില്ല. നമുക്ക് ശക്തമായൊരു പ്രതിപക്ഷമുണ്ട്, കോൺഗ്രസ് നയിക്കുന്നു. ഇതിൽ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു? രണ്ട് തരത്തിലാട്ടോ. നമ്മൾ ഭയങ്കര ബ്ലൈൻഡ്ലി നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് മനുഷ്യന് ഉള്ള ഒരു മുന്നോട്ട് പോക്കിനാകെ നമുക്കുള്ളൊരു ഇന്ധനം എന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ലാതെ അതിൻ്റെ ഒരു പ്രായോഗികതയിൽ നമ്മൾ എത്രമാത്രം ഹോപ്പ്ഫുള്ളാണ്, പ്രതീക്ഷ വെക്കുന്ന ആളുകളാണ്. അതിൻ്റെ അപ്പുറത്ത് ഇവരൊറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള മനുഷ്യരാണ്. ഇവർക്ക് ഒറ്റയ്ക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് ഒറ്റയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. 100 വർഷങ്ങൾക്ക് മുൻപേ അതുണ്ട്, 100 വർഷങ്ങൾക്ക് ഇപ്പോഴും അതുണ്ട്. 100 വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലൊരു മോഹമായി അതുണ്ട്. ഇന്ന് സകല അധികാരത്തിൻ്റെയും പ്രിവിലേജുകളോടുകൂടി, സകല കോർപ്പറേറ്റിസത്തിൻ്റെയും പ്രിവിലേജുകളോടുകൂടി, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ട് അവർക്ക് ആ മോഹമുണ്ട്. ആ മോഹം നടപ്പിലാവാൻ എന്താണ് അവർക്ക് മുന്നിലുള്ളൊരു പ്രയാസം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? വലിയ പ്രയാസങ്ങളൊന്നുമില്ലാന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് വിചാരിക്കാം. വലിയ പ്രയാസമൊന്നുമില്ല. RSSന് ഹിന്ദു രാഷ്ട്രം സാധ്യമാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഹിന്ദു രാഷ്ട്രം തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒന്നാമത്തെ തറക്കല്ലിടൽ എവിടെയായിരുന്നു എന്നറിയോ? 48-ൽ ഗാന്ധിയെ കൊന്നുകൊണ്ടേ. അതിന്റെ മുന്നേ അവർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും കോൺഫിഡൻ്റ് ആയ തറക്കല്ലിടൽ കർമ്മം അതാന്ന് ഞാൻ വിചാരിക്കുന്നു. ഗാന്ധിയെ കൊന്നിട്ട് അവർ പിന്നീട് ഇപ്പോഴും ഗാന്ധി വലിയ നേതാവായിട്ട് വാഴ്ത്തിപ്പാടുന്നതൊക്കെ നമുക്ക് കേൾക്കാം. ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊതു സ്വത്താണെന്ന് പ്രഖ്യാപിക്കുകയും അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടാണെന്ന് ക്ലെയിം ചെയ്യുകയും നമുക്ക് കേൾക്കാം. പക്ഷെ ഗാന്ധിയെ കൊല്ലുക എന്നുള്ളത് അവരുടെ നിർബന്ധിത ഉത്തരവാദിത്വമായിരുന്നു എന്ന് അഭിമാനിക്കുന്ന കുറേ പോയിന്റുകൾ അവരിൽ നിന്ന് ഇപ്പം നാഥുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരൻ തന്നെ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിലും നമുക്ക് അയാളെ കൊല്ലായിരുന്നു എന്ന് പറയും. അദ്ദേഹത്തെ കൊല്ലാമായിരുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തിനെതിരായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒന്നാമത്തെ കാരണം. ഗാന്ധി ഇടയ്ക്കിടെ പറയുന്നുണ്ട് രാമരാജ്യം ഈ നാട്ടിൽ, രാമരാജ്യമാണ് മൂപ്പരെ ആഗ്രഹം. ഗാന്ധിയും രാമരാജ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഈ നാട്ടിൽ രാമരാജ്യം സാധ്യമാവില്ല. എങ്ങനെയെങ്കിൽ ഇഫ്, ഒരു ക്ലോസ് ആണ്, ഇഫ് ഇവിടെ ഒരു ന്യൂനപക്ഷം പണത്തിൽ ആർമാദിക്കുകയും ഒരു ഭൂരിപക്ഷം പട്ടിണി കിടക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ രാമരാജ്യം യാഥാർത്ഥ്യമാവില്ല. RSSന്റെ ഹിന്ദു രാഷ്ട്രം രാമരാജ്യം യാഥാർത്ഥ്യമാവാൻ വളരെ എളുപ്പമാണ്. അതിന് ഇവിടെ ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കി ഒരു അമ്പലം പണിതാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുകയാണ്. അവിടെ പട്ടിണി കിടക്കുന്നുണ്ടോ, കുറച്ച് ന്യൂനപക്ഷം പണത്തിൽ ആർമാദിക്കുന്നുണ്ടോ എന്നുള്ള വിഷയമല്ല. പക്ഷെ ഗാന്ധിയുടെ രാമരാജ്യത്തിന് അത് ആവശ്യമുണ്ടായിരുന്നു.
അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഒരു അസമത്വം എന്ന് പറയുന്നതിൻ്റെ എക്സ്ട്രീം അസമത്വം എന്ന് അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, പെട്ടെന്ന് ഓർക്കാൻ സാധിക്കുന്നില്ല. അനീതിയുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനൊരു ഡിവിഷൻ നമ്മളിടയിൽ ഉണ്ടാവുമ്പോൾ ഒരു ന്യൂനപക്ഷം പണത്തിൽ അർമ്മതിക്കുകയും ഒരു ഭൂരിപക്ഷം പട്ടിണി കിടക്കുകയും ചെയ്യുന്ന എന്താണ് ഇന്നത്തെ ഇന്ത്യ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നര് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന, അപ്പം അദാനിയുടെയും ഒക്കെ മാർക്കറ്റ് വാല്യൂ എടുത്ത് നോക്കിയാൽ മതി. അദാനി എങ്ങനെ വളർന്നാന്നുള്ളത് വേറെ സാധനം. മോദിയോടൊപ്പം വളരുന്ന അദാനിയാണ് ഗുജറാത്ത്. അവിടെ നിന്ന് ഇന്ത്യയുടെ ഭരണം കൈക്കൊള്ളുന്നു, പുറത്തേക്ക് പോകുന്നു, കൽക്കരി ഘന ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു വിനിമയ സാധ്യതയുമായി ബന്ധപ്പെട്ട് ഇവർ ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നു, ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ കരാറൊപ്പിക്കുന്നു. അദാനി വളരുന്നു, മോദി വളരുന്നു, അദാനി വളരുന്നു. അങ്ങനെ വളർത്തുന്ന അദാനി അദ്ദേഹം ഒരു പരിധിവരെ ഇന്ത്യയുടെ മൊത്തം സ്വത്തിൻ്റെയും ഒരു ഭാഗം കൈക്കലാക്കുന്നു, പൊതു സ്വത്തിൻ്റെ വരെ ഒരു ഭാഗം കൈക്കലാക്കുന്നു. അദ്ദേഹം അത്ര സമ്പന്നമായി വളരുന്നു. അത്ര വലിയ സമ്പന്നർക്ക് വേണ്ടി രാജ്യത്തെ നയിക്കുന്നവർ കുഴലൂത്ത് നടത്തുന്നു, ഒപ്പം നിൽക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇന്ത്യ ഏറ്റവും വലിയ പോവർട്ടിയുള്ള, ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ള രാജ്യമാവുകയും ചെയ്യുന്നു. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാമരാജ്യം സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ RSSന്റെ ഹിന്ദു രാഷ്ട്രത്തിന് ഒന്നാം വെല്ലുവിളി ഗാന്ധിയായിരുന്നു. പാകിസ്ഥാന് പൈസ കൊടുത്തോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നെയാണ്. ജിന്നയോടും മുസ്ലിങ്ങളോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി, അതാണ് ഇവരെ കൊല്ലാൻ കാര്യം എന്നൊക്കെ പോലും പറയുന്നത് പിന്നെ വരുന്ന കാര്യമാണ്. ഇവരുടെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ആശയത്തിന് ഒരു നിലക്കും ഗാന്ധി ആ ഒരു ആശയത്തിന് ഇന്ത്യയിൽ വേരോട്ടം നൽകൂല എന്നുള്ളത് മാത്രം മതി RSSന് ഗാന്ധിയെ കൊല്ലാൻ. ഗാന്ധി കൊന്നുകഴിഞ്ഞു. അത് അഭിമാനത്തോടു കൂടി ഹോൾഡ് ചെയ്തിരുന്നു, ക്ലെയിം ചെയ്തിരുന്നു ഇവര്. അതെ, ഞങ്ങൾ ഗാന്ധിയെ കൊന്നുവരാം. ഗാന്ധിയെ കൊല്ലാൻ കാരണങ്ങളുണ്ട്. വൈ ഐ കിൽഡ് ഗാന്ധി എന്നല്ലേ ആ പുസ്തകത്തിന്റെ പേര്. ഇവന്റെ ഒരു വേർഷൻ വരുന്നുണ്ട്. ആധുനാമിനായി ഗോഡ്സെക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള വേർഷൻ. ഗാന്ധി ദുഷ്ടനായിരുന്നു എന്ന് പറയാൻ ഒരു മടിയില്ലാത്ത രൂപത്തിൽ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഗാന്ധിയെ കൊന്ന് ഇവര് ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കും. അപ്പൊ ഗാന്ധി ആരാ? രാമനെ വിളിച്ച് മരിച്ചൊരു മനുഷ്യൻ, സാത്വികനായൊരു മനുഷ്യൻ, വിശ്വാസിയായൊരു മനുഷ്യൻ. നമ്മൾ പറയുന്ന കുറെ അസമത്വങ്ങളെപ്പോലും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചൊരു മനുഷ്യൻ. അയാളെ കൊന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഹിന്ദു രാഷ്ട്രം സാധ്യമാക്കുന്നത്. അതിനുപോലും മടിയില്ലാത്ത കൂട്ടരെ, ഏറ്റവും അധികാരത്തിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലത്ത് പോലും ഗാന്ധിനെ കൊന്നുകളയുന്ന പ്രശ്നമില്ലാത്ത മനുഷ്യന്മാരാണ് 2025 നിൽക്കുന്നത്. അധികാരത്തിൻ്റെ സകല സന്നാഹങ്ങളോടും പ്രിവിലേജുകളോടും കൂടി 2025 നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഹിന്ദു രാഷ്ട്രം വേണം, ഹിന്ദു രാഷ്ട്രം ഞങ്ങൾ ഇവിടെ സാധ്യമാക്കുമെന്ന് അവർ വിചാരിച്ച് 100ാം വർഷത്തിലെത്തി നിൽക്കുന്നത്. എന്തോർക്ക് സംഭവിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇന്നലത്തെ ഒരു കാര്യം എടുത്തു നോക്കി. ഇന്നലെ രാവിലെ പത്രത്തിൽ ഏകദേശം എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജ് ഒരുപോലെയാണ് വന്നത്. ആ ഫ്രണ്ട് പേജ് കണ്ട് രാവിലെ പത്രം പബ്ലിഷ് ചെയ്ത് 10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആ ഫ്രണ്ട് പേജിലെ ചില വാർത്തകളൊക്കെ കട്ടിങ് ആയിട്ട് കറങ്ങാൻ തുടങ്ങി. അഥവാ ഇന്ത്യയിൽ മുഴുവനായും നോട്ട് നിരോധിക്കുന്നു, ഇനി മുഴുവൻ ഡിജിറ്റൽ കറൻസി ആണെന്നുള്ള വാർത്തകൾ നമ്മുടെ എല്ലാവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്കിലൊക്കെ ഒഴുകാൻ തുടങ്ങി. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പോലും രാവിലെ വാർത്ത വായിക്കുന്ന മനുഷ്യർ ഇവിടെ നോട്ടുകൾ നിരോധിച്ചു കേട്ടോ, ഇനി മുഴുവൻ ഡിജിറ്റൽ കറൻസിയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതൊരു വാർത്തയല്ലായിരുന്നു, അതൊരു പരസ്യമായിരുന്നു. അതൊരു ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി അവരുടെ സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയ പരസ്യത്തിൽ ഒരു ചെറിയ പെട്ടിക്കോളം വാർത്തയാണ്. ഇന്ത്യയിൽ നോട്ട് നിരോധനം ഏർപ്പെടുത്തി കള്ളപ്പണം പിൻവലിക്കാൻ വേണ്ടി നമുക്ക് നോട്ട് നിരോധനം ഏർപ്പെടുത്താൻ, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ കറൻസി ആക്കാൻ എന്നൊക്കെ എന്ത് ചെയ്യും വാർത്ത വരികയാണ്. വാർത്ത എല്ലാവരും വിശ്വസിക്കുകയും അത് ഫോർവേഡ് ചെയ്യുകയും നമ്മൾ വീട്ടിലെടുത്ത് വെച്ച് പൈസ എന്ത് ചെയ്യണം, എങ്ങനെ ബാങ്കിൽ കൊണ്ടുപോകണം, ഫെബ്രുവരി 10 വരെയായിട്ട് ദിവസം അതിലെങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നോ, ഫെബ്രുവരി ഇത്ര ദിവസം വരെ ബാങ്കിൽ കൊണ്ടുപോയി പൈസ മാറ്റാൻ പറ്റുമെന്നൊക്കെ പറയുന്നൊരു സാധനമായിട്ട്. വാർത്ത അറിയാത്തവർ എത്ര ഭാഗ്യവാന്മാർ. അല്ല, നിർവികാരരായി ഇരിക്കുന്ന കുറച്ച് മനുഷ്യന്മാരെ കണ്ടുകൊണ്ട് ചോദിച്ചതാണ് വാർത്ത അറിയാത്തവർ സ്തുതിക്കപ്പെടട്ടെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇത് രാവിലെ എത്ര മനുഷ്യന്മാർക്ക് ബേജാറുണ്ടാക്കിയെന്ന് അറിയോ? നമ്മുടെ വീട്ടിൽ പോലുള്ള ആ ബേജാറ്. അപ്പോൾ ആ സാധനം കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നിയില്ല? വിശ്വസിക്കാൻ തോന്നിയോ?
ഓക്കെ, 1 ഉറുപ്പ്യൻ്റെ 2 ഉറുപ്പ്യൻ്റെ ഐ മീൻ 10 രൂപൻ്റെ നോട്ട് പോലും ഇതാ ഇന്ന് നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിശ്വസിക്കാൻ തോന്നിയോ? 90% ആളുകൾ വിശ്വസിച്ചു. അതൊരു പരസ്യം ആയിക്കോട്ടെ, അത് എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മളെന്നെ വിചാരിച്ചു പഠിച്ചോ അങ്ങനെയൊക്കെ നടക്കുമോ, പിന്നെ മോദിയല്ലേ ചിലപ്പോൾ നടക്കുമായിരിക്കും എന്ന് വിശ്വസിച്ചവരാണ് അത് വായിച്ച് 90% മനുഷ്യർ. അത് വായിച്ച് ഈ പറഞ്ഞ പോലെ വാർത്ത നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്ന മനുഷ്യന്മാർ, നിരന്തരമായി വാർത്തയിൽ കുളിച്ചു നിൽക്കുന്ന മനുഷ്യന്മാർ, 24 മണിക്കൂർ വാർത്ത മേത്തേക്ക് പെയ്യണ മനുഷ്യന്മാർ വരെ ഇത് വിശ്വസിച്ചു എങ്കിൽ ഒരുള്ളിൽ എന്ത് ബോധ്യമുണ്ട്? ആ മോദിയുടെ ഇന്ത്യയിൽ അത് നടക്കും, അത് സംഭവിക്കാവുന്നതാണ്. അതിന് നമ്മൾ ഇത്ര വലിയൊരു അത്ഭുതത്തോടു കൂടി നോക്കി കാണേണ്ടതില്ല. നമ്മൾ അതിന് തയ്യാറാണ്. ഇനിയിപ്പോൾ സംഭവിച്ചാലും അത് നമ്മളത് ഉൾക്കൊള്ളാൻ വളരെ തയ്യാറായി നിൽക്കുന്ന ജനതയാണ്. ഇത്രയും മണ്ടന്മാരായ നമ്മളാണ് പാത്രം കുട്ടിയൊരു കളിയാക്കുന്നത്. അത് നമ്മൾ തയ്യാറാണ് എന്ന് വെച്ചാൽ മാനസികമായി നമ്മൾ ഇതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായ ജനതയായി കഴിഞ്ഞു. നമ്മളാണ് 2025 ഇരിക്കുന്നത്. 2025 RSS അധികാരം കൈയാളുന്നത്. 2025 കുറിച്ചാണ് ഹിന്ദു രാഷ്ട്രം എന്നൊരു സ്വപ്നം അവർ നെയ്തിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുള്ളൊരു ജനതയാണോ നിങ്ങൾ? ഇതാണ് എൻ്റെ ചോദ്യം. പ്രതീക്ഷയുള്ളൊരു ജനതയാണോ നിങ്ങൾ? മറുപടി പറയാം. രേഖാംഗ നാടകം നല്ല പ്രതീക്ഷയാണ്. ഓക്കെ, 2 വോട്ടെടുപ്പാണ്. 2 ബാക്കി പറയും. അരക്കാലം വരെ സമയമുണ്ട്. മറുപടി അറിയാതെ മുന്നോട്ട് പോയില്ല. പ്രതീക്ഷ ഉണ്ടോന്ന്? എന്ത് പ്രതീക്ഷ? എന്താണ് നിങ്ങളെ പ്രതീക്ഷ? അതും കൂടി നിങ്ങൾ പറയും. എന്താണ്? ദജ്ജാലിറങ്ങുന്നൊന്നും പറയില്ല കേട്ടോ. ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് പറയും. കേൾക്കാൻ താല്പര്യമുണ്ട്. എങ്ങനെ? നിങ്ങൾ പറഞ്ഞോളി, നമ്മളൊരാഗ്രഹം പോണ്ടല്ലേ. അതെ, വളരെ രസമാണ്. താങ്ക് യു. അപ്പം ഞാൻ എന്താണ് അറിയോ, വളരെ ക്രൂരയായ ഒരു മയക്കുപിടുത്തക്കാരിയാണ്. പ്രതീക്ഷകളുണ്ട്. അതെ, ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സമയം മാറ്റി വെച്ച് നമുക്ക് അല്ലെങ്കിൽ ചായയും പരിപ്പൊടിയും തന്നിരുന്നാൽ മതി. നല്ലൊരു വൈകുന്നേരമാണ്, മനോഹരമായൊരു ദിവസമാണ്. പക്ഷെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ എന്തിനെക്കുറിച്ച് സംസാരിക്കാൻ? ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ. എൻ്റെ സംസാരം ഒരു ആധികാരിക സംസാരം ഞാൻ വിശ്വസിക്കുന്നില്ല, ക്ലെയിം ചെയ്യുന്നില്ല. ഇത് ഭയങ്കര ഇതൊന്നും അല്ലാത്ത ഒരു സാധാരണ വർത്തനാണിത്. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ. ഭരണഘടന ഇത്ര താല്പര്യമുള്ളൊരു വിഷയമാണോ ശരിക്കും? അല്ലല്ലോ. ഭയങ്കര ഡ്രൈ ആയ ഒരു സബ്ജക്റ്റ് അല്ലേ. പക്ഷെ നമുക്ക് താല്പര്യമുണ്ട് ഈ രാജ്യത്തെ ഭരണഘടനയെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. ആർട്ടിക്കിൾ 14, 15, 19 നമുക്ക് സംസാരിക്കണം. എക്സെപ്ഷൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. DPSPനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. ഇവിടുത്തെ ഫെഡറലിസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. ഫാഷിസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം എന്ന് കരുതി നമ്മൾ സമയം മാറ്റി വെക്കുന്നുണ്ടല്ലോ. നമ്മളിത് കളിക്കളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ടല്ലോ. ഇതന്നെയാണ് പ്രതീക്ഷ. ജനങ്ങളാണ് പ്രതീക്ഷ. ഈ കണ്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, ശരിയാണ്. ഫാഷിസം നമ്മളെ ഭീകരമായി തിന്നാൻ വേണ്ടി വരികയാണ്. അതിലും കൂടി എനിക്കൊരു ക്ലാരിറ്റി വരുത്തണമെന്നുണ്ട് കേട്ടോ. നമ്മൾ ഫാസിസം എന്ന് ഉപയോഗിക്കാറുണ്ട്, ഫാഷിസം എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതുപോലൊരു സംസാരത്തിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും അത് ഒന്നുകൂടി നോക്കണമല്ലോ. അപ്പം മുന്നിൽ സാഹിബിൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഫാഷിസവും സംഘപരിവാർ എന്ന അതിൻ്റെ ഹെഡിങ്. അപ്പം അദ്ദേഹം അതിൽ ഫാഷിസം എന്ന് ഉപയോഗിക്കാനുള്ള കാരണം പറയുന്നുണ്ട്. രാമലിംഗപിള്ളയുടെ മലയാളം ഡിക്ഷണറിയിൽ ഫാഷിസം എന്നാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ തന്നെ പല ഡിക്ഷണറികളിലും ഫാസിസം എന്നുള്ളതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷനായി കൊടുക്കുന്നത് ഷു ആ സൗണ്ട് വരുന്നൊരു വാക്കായിട്ടാണ്. അപ്പോൾ ഫാഷിസം എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി എന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫാസിസം തെറ്റല്ല. അപ്പം ഫാഷിസം എന്ന് ഉപയോഗിക്കണം അതിന് കുറച്ചും കൂടി ശരിയെന്ന് അദ്ദേഹം പറയുന്നു. അത് നമ്മൾ വിശ്വസിക്കുകയും ആ വാക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം ഫാഷിസത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അവർക്ക് അധികാരമുണ്ട്, അവർക്ക് എല്ലാവിധ ആയുധങ്ങളും ഉണ്ട്, ഈ രാജ്യത്തെ ഭരിക്കാൻ പറ്റുന്നുണ്ട്, ലോകക്രമം മൊത്തം അങ്ങനെ മാറുന്നുണ്ട്. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ്,
അതിൽ വീണ്ടും അദ്ദേഹം അധികാരത്തിലേറുന്നത് അതിന് എക്സ് പോലെ ഇലോൺ മസ്ക് പോലെയുള്ള കോർപ്പറേറ്റുകൾ അദ്ദേഹത്തെ എയ്ഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടി ഡയറക്റ്റ് ക്യാമ്പയിനിൽ ഇടപെടുന്നത്, നെതന്യാഹുവിൻ്റെ ഒക്കെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇങ്ങനെ ലോകക്രമത്തിൽ എല്ലായിടത്തും ഉള്ളൊരു ഈ പറഞ്ഞ വലതുപക്ഷ മനോഭാവം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം വലതുപക്ഷ മനോഭാവം, ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ഫാഷിസം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വ്യാപിക്കുകയും അവർ അധികാരത്തിലേറുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടായിരിക്കെ തന്നെയും നമുക്ക് പ്രതീക്ഷകളുണ്ട്. ഈ രാജ്യത്തെ ആ പ്രതീക്ഷയുടെ പേരാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള ചുവന്ന പുസ്തകം അഥവാ ഭരണഘടന. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ പ്രതീക്ഷയുടെ ഏറ്റവും ചെറിയ പേര്. അതാണ് നമ്മളെ പ്രതീക്ഷ. മറ്റെന്തോ ആളുകൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. നിയമത്തിൽ ഏത് തരത്തിൽ നമുക്ക് മാറ്റം വരുത്താനുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ള മനുഷ്യർ ഇവിടെയുണ്ട്. പക്ഷേ ഈ സാധനം മുന്നിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതറ്റം വരെ പോകാം എന്ന് പറയാവുന്ന ഒരു ഭരണഘടന നമ്മുടെ മുന്നിലുണ്ട്. മണ്ടന്മാരായ ജനതയെ ഒരു പക്ഷേ പറ്റുകയായിരിക്കും, പൊളിറ്റിക്കൽ മെജോറിറ്റി പ്രശ്നമായിരിക്കും. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് പവറുള്ള മെജോറിറ്റി എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യ, സാധാരണ മനുഷ്യരാണ്, നമ്മളാണ്. നമുക്ക് പവറുണ്ട് എന്ന് നമുക്ക് ആ പവറ് തരുന്നൊരു സാധനം, തരുന്നൊരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഭരണഘടനയാണ്. അല്ലെങ്കിൽ നമ്മൾ വെറും മനുഷ്യരും അവർ രാജാക്കന്മാരും ആയിപ്പോയനെ, ഭരണം കയ്യിലുള്ളവർ രാജാക്കന്മാരും മറ്റൊരു സാധാരണ മനുഷ്യരും ആയിപ്പോയനെ. പക്ഷേ ഒരു മന്ത്രിമാരൊക്കെ തന്നെ എത്ര മാക്സിമം പോയാലും മന്ത്രിമാരെ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ MP-മാർ, മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആകുന്നുള്ളൂ. പകരം നമ്മളാരാണ്? സാധാരണക്കാർ, പവറുള്ളവരാണ്. ആ പവർ നമുക്ക് തരുന്ന ഡോക്യുമെൻ്റാണ് ഭരണഘടന. ഈ 2025 റിപ്പബ്ലിക് ദിനത്തിൽ ഒന്നുകൂടി അധികരിച്ച് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത് നമുക്ക് പവർ തരുന്ന ഡോക്യുമെൻ്റാണ് അത് എന്നതുകൊണ്ടാണ്. നമുക്ക് പവർ തരുന്ന ഡോക്യുമെൻ്റ് ഇപ്പം ഏത് കണക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഒരു മുസ്ലിമിന് നമ്മളെ പേഴ്സണൽ ബിലീഫ് എന്നാണല്ലോ പറയും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമുക്ക് ഏത് തരത്തിൽ ഈ പറഞ്ഞ പവർ, വിശ്വാസം, ഒരു സമാശ്വാസം നൽകുന്നു എന്ന കണക്കെ ലോകത്തെന്തു സംഭവിച്ചോട്ടെ, പക്ഷേ എനിക്ക് അതിജീവിക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു മുസ്ലിമിൻ്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. ഇപ്പം ലോകത്ത് എവിടെയൊക്കെ യുദ്ധം നടന്നു, ഒരു രാജ്യത്തെ മുഴുവനും ഇല്ലാതാക്കിയ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും വലിയ യുദ്ധമാണ് പലസ്തീനിൽ നടന്നിട്ടുള്ളത്. അത്ര വലിയ നശീകരണമാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ മനുഷ്യർ അതിജീവിക്കുന്നതിൻ്റെ അവരുടെ വിശ്വാസത്തിൻ്റെ കൂടി കരുത്തുണ്ട്. ആ വിഷയത്തിലേക്ക് വിശ്വാസം കൂട്ടിച്ചേർക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ മനുഷ്യർ അതിജീവിക്കുന്നതിൽ വിശ്വാസത്തിൻ്റെ കരുത്തുണ്ട്. ആ വിശ്വാസം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഈ മതവിശ്വാസം നൽകുന്നൊരു കരുത്താണ്. അത് കണക്കെ ഒരു മുസ്ലിമിന് ഖുർആൻ എങ്ങനെയാണോ ഡോക്യുമെൻ്റ് ആവുന്നത്, ആത്മവിശ്വാസമാവുന്നത്, സമാശ്വാസമാവുന്നത്, അത് കണക്കെ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് സമാശ്വാസമാവുന്ന, ആത്മവിശ്വാസമാവുന്ന ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് ഭരണഘടന. അത് ഇവിടെ എല്ലാ മനുഷ്യനും തുല്യാവകാശം നൽകുന്നുണ്ട്. അവിടെ ജാതിയില്ല, അവിടെ മതത്തിൻ്റെ ബാരിയറുകളില്ല. ഒരു മനുഷ്യനെ അവൻ്റെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് കൃത്യമായി പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 15 ഉണ്ട്, 14 ഉണ്ട്. ഇങ്ങനെ തന്നെ പറയാം. ഒരു മനുഷ്യനെ ഒന്നിൻ്റെ പേരിൽ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരും ഈക്വലാണ്, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാ മനുഷ്യരും ഈക്വലാണ്. അങ്ങനെ പറയുന്നതാണ് നമുക്ക് പവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റനേകം വിശ്വാസങ്ങളുടെ പേരിൽ, മറ്റനേകം തോന്നലുകളുടെ, ആചാരങ്ങളുടെ പേരിൽ നമ്മൾ പൂർണ്ണമായും വിഭജിക്കപ്പെട്ട മനുഷ്യർ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാൻ താഴ്ന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഇന്നതുകൊണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കും തന്നെ അതല്ല എന്ന് ഓതുന്ന ഡോക്യുമെൻ്റാണ് ഭരണഘടന. അതാണ് നമുക്ക് പവർ തരുന്നത്. അതുവരെ നിങ്ങൾ എന്തായിരിക്കും? വിഭജിക്കപ്പെട്ട മനുഷ്യരായിരിക്കും. ആ വിഭജിക്കപ്പെട്ട മനുഷ്യരോട് ഒറ്റ ഒന്നാണ് നിങ്ങൾ എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണ് ഭരണഘടന. 2025 ഒന്നാമത്തെ നമ്മുടെ ആയുധം ഭരണഘടനയാണ്. വിശ്വാസം ഭരണഘടനയാണ്, ഹോപ്പ് ഭരണഘടനയാണ്. അതേസമയം നിങ്ങളെല്ലാവരും ഒന്നായിരിക്കെ തന്നെ ചില ആളുകൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുക. സ്ത്രീകൾക്ക്, ദളിതരായ മനുഷ്യർക്ക്, OBC വിഭാഗങ്ങൾക്ക്, കുട്ടികൾക്ക് ഒക്കെ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രിവിലേജുകൾ
അത് സാധാരണക്കാരന് മനസ്സിലാവില്ല. നിങ്ങളെല്ലാവരും ഒന്നാന്ന് പറയുന്നു, എന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ചധികം പവർ കൊടുക്കുന്നു. ഇതെങ്ങനെയാണ്? ഇത് ലോജിക്കലല്ല എന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഭരണഘടന പറയും എല്ലാവരും ഒന്ന് എന്ന സ്കെയിലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് വരെ അൺഈക്വലായ മനുഷ്യരെ ഈക്വലാക്കാൻ നമ്മൾ കുറച്ചുകൂടി താങ്ങ് കൊടുക്കും. അതിന് ഞങ്ങൾ സംവരണം എന്ന് പറയും, അതിന് പ്രത്യേക അവകാശങ്ങൾ എന്ന് പറയും. അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന സാധനങ്ങൾ പ്രത്യേകമായി ഇവർക്ക് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, OBC, SC ST എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള പ്രത്യേകമായ സംവരണങ്ങൾ, പ്രത്യേകമായ അവകാശങ്ങൾ. ഇതാരും പറയുന്നത് ഭരണഘടനയാണ് പറയുന്നത്. ഇത് തല്ലുണ്ടാക്കിയ, ഒച്ചപ്പാടുണ്ടാക്കിയ, ബഹളങ്ങൾ ഉണ്ടാക്കിയ ഭരണഘടന അസംബ്ലിയിൽ നിന്നാണ് ഈ ചർച്ച ഉണ്ടായി വരുന്നത്. ഭരണഘടനയാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ ഒന്നാണെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നത്, ഇതൊരു ഹിന്ദു രാജ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്നത്, ഇതൊരു മതത്തിൻ്റെയും പേരിലുള്ള രാഷ്ട്രമല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഭരണഘടന. ഇറ്റ്സ് എ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന മനോഹരമായ വാചകങ്ങൾ കൊണ്ട് ഇന്ത്യയെ വരച്ചിടുന്നത് ആരാ? അതൊരു പ്രധാനമന്ത്രിയല്ല, അതൊരു രാഷ്ട്രപതിയല്ല, പിതാവ് പോലും അല്ല. ഇത് നിങ്ങൾക്ക് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഭരണഘടനയാണ്. നിങ്ങളുടെ ഹോപ്പിൻ്റെ പേരാണ് 2025 ഭരണഘടന. നിങ്ങളുടെ സ്ട്രെങ്ത്തിൻ്റെ പേരാണ് 2025 ഭരണഘടന. നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഊർജ്ജത്തിൻ്റെ പേരാണ് ഭരണഘടന. ആരെന്തും ചെയ്തോട്ടെ, ഈ സാധനങ്ങളെ കയ്യിലുണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നമ്മുടെ ശല്യങ്ങളെ തകർക്കാൻ പറ്റില്ല എന്നുള്ള പവറിൻ്റെ പേരാണ് ഇക്കാലത്ത് ഭരണഘടന എന്ന് പറയുന്നത്. അതിൽ നമ്മളെത്ര ഒപ്റ്റിമിസ്റ്റിക് അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ കളത്തിലിറങ്ങും. അതുവരെ നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു സാധനം ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് പ്രതീക്ഷയില്ല, നമുക്ക് ഭയമുണ്ട് എന്നൊക്കെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് മടിയും പേടിയാണ്. ആ സാധനം ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മടിയും പേടിയും ഇല്ലാതാക്കി തരുന്ന ഡോക്യുമെൻ്റ് പവറോട് കൂടി നിങ്ങളെ കയ്യിൽ വരികയും നിങ്ങൾ സന്നദ്ധരായി ഇറങ്ങുകയും ചെയ്താൽ ഒരു ശക്തിക്കും അത് എത്ര വലിയ കോർപ്പറേറ്റ് ആണെന്ന് പറഞ്ഞാലും, പണമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഏത് ഇല്ലുമിനാറ്റിയാന്ന് പറഞ്ഞാലും ശരി, അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പവർ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ പവർ നിങ്ങൾക്ക് അഫേം ചെയ്യുന്ന ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവുന്നു. അതുകൊണ്ട് ഭരണഘടന പരത്തുക എന്നുള്ളതാണ് 2025 റിപ്പബ്ലിക് ദിനത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും ചെറിയ സന്ദേശം. ഭരണഘടനയെ പരത്തുക, എല്ലാവരിലേക്ക് എത്തിക്കുക, ജനകീയമാക്കുക എന്നുള്ളത്. അതറിയുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ പവർ അറിയുള്ളൂ. അതറിയാത്തൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനെതിരെ വരുന്ന നിയമം അവനെതിരാണ്. അല്ലെങ്കിൽ ഒരു ചായ്പേ ചർച്ചയും പ്രധാനമന്ത്രി പറയുന്ന ചർച്ചയാണ് ഈ രാജ്യത്തിൻ്റെ നയം തീരുമാനിക്കുന്നതെന്ന് അവന് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നുമല്ല. ചെങ്കോട്ടയിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ആകാശവാണിയിലൂടെയോ അദ്ദേഹം മുഴുമിപ്പിക്കുന്ന വാക്കുകളല്ല രാജ്യത്തിൻ്റെ നയം തീരുമാനിക്കേണ്ടത്. ആ നയം ഭരണഘടനയുടെ തുലാസിലിട്ട് തൂക്കുകയും അതിൻ്റെ നീതിയോട് ഒത്തുപോവുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് രാജ്യത്തിൻ്റെ നയമായി തീരുന്നുള്ളൂ എന്നും, അത് പരിശോധിക്കാനുള്ള, ഈ പറഞ്ഞ അരിപ്പയാണ്, അത് പരിശോധിക്കാനുള്ള പവറാണ് ഭരണഘടന എന്നും കുഞ്ഞുങ്ങളിലേക്ക് പകർത്തുക, ആളുകളിലേക്ക് പടർത്തുക, ഭരണഘടനയെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ 2025 റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ എടുക്കാനുള്ള ഒരൊറ്റ മുൻകരുതൽ എന്ന് പറയുന്നത്, ഒരൊറ്റ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിലേക്ക് നയിക്കുന്നതാവട്ടെ ഇന്നത്തെ ചെറിയ സെഷൻ എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് 6:15, 6:17 ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. മനോഹരമായ വേദി പ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ. നമ്മുടെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ് നജ്മയെ പോലെയുള്ള പുതിയ ഒരു ടീം വനിതാ രംഗത്ത്. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിലും കേരളത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ CPM ഉയർത്തിവിട്ട പൊതു ഇടങ്ങളിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയുണ്ട്. ഈ ചർച്ചയൊക്കെ ഇങ്ങനെ കണക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ അവതരിപ്പിക്കുന്ന നജ്മയെ പോലെയുള്ള, ഫാത്തിമ തഹ്ലിയെ പോലെയുള്ള ഒരു പുതിയ യുവനിര വനിതകളിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹോദരിമാരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കപ്പുറത്ത് ഈ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും പുതിയ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു നവജാഗരണമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് കോഴിക്കോട് ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് പോയി നോക്കിയാലേ അറിയാം, നമ്മുടെ സമുദായത്തിൽപ്പെട്ട അനേകം പെൺകുട്ടികളുടെ സാന്നിധ്യം,
നല്ല മഫ്തയിട്ട് ഇസ്ലാമിക വിശ്വാസപ്രകാരം ആചാരപ്രകാരം ആ സദസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവിടെ നടക്കുന്ന വിവിധ ചർച്ചകളിൽ നമുക്കറിയാം ഈ അൾട്രാ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ വാദമുഖങ്ങളെ പൊതു ഇടങ്ങളിൽ പൊളിച്ചെടുക്കുന്ന നമ്മുടെ പാർട്ടിയുടെയും നമ്മുടെ സമുദായത്തിൻ്റെയും ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന നജ്മയെ പോലെയുള്ള കുട്ടികൾ, നജ്മയെ പോലെയുള്ള പുതിയ സഹോദരിമാർ, അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരിമാർക്കൊക്കെ നമുക്ക് ഒരു റോൾ മോഡലായിട്ട്, ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കപ്പുറം ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, നമ്മളൊന്നും വിചാരിക്കുന്ന ഇടത്തല്ല ചെറിയ കുട്ടികളുടെ പോലും മനോഗതി. കാരണം അവരുടെ മുന്നിലുള്ള വാതായനങ്ങൾ വളരെ വലുതാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം, നമ്മൾ നൽകുന്ന അറിവിനേക്കാളൊക്കെ അപ്പുറം അവർ സ്വന്തമായി അറിവ് നേടുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെ ശരിയായ രീതിയിൽ നമുക്ക് പറയാം, ധൈര്യസമേതം പറയാം, പൊതു ഇടങ്ങളിലെ നമ്മെ പോലെയുള്ള നജ്മയെ നിങ്ങൾ മാതൃകയാക്കണം, ഫാത്തിമ തഹ്രിയെ നിങ്ങൾ മാതൃകയാക്കണം. നമ്മൾ അവിടെ നമ്മുടെ കുട്ടികളൊക്കെ ഇടപെടുമ്പോൾ നമ്മുടെ സമുദായത്തിനകത്ത് നിന്നുകൊണ്ട്, നമ്മുടെ സമുദായത്തിൻ്റെ, നമ്മുടെ പാർട്ടിയുടെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ എങ്ങനെ വഴി നടത്താം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെയുള്ള നമ്മുടെ പുതിയ സ്ത്രീകൾ, പുതിയ സഹോദരിമാർ എന്നതിൽ വളരെ അഭിമാനമുണ്ട്. നല്ലൊരു പ്രഭാഷണം ഈ വലിയ സദസ്സിന് മുമ്പിൽ അവതരിപ്പിച്ച നജ്മക്കും ഇത് സംഘടിപ്പിച്ച നമ്മുടെ ശിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്റർ, നേരത്തെ പറഞ്ഞു ശിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി, നമ്മുടെ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും ആശയാദർശങ്ങൾ അധിഷ്ഠിതമായിക്കൊണ്ട്, നമുക്കറിയാം നമ്മുടെ വാഹിദ് ഉദവിയെ പോലെയുള്ള അക്കാഡമിഷ്യന്മാർ ഒരു കാലത്ത് പാർട്ടിയുടെ സജീവ സാന്നിധ്യമായിരുന്നു. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നപ്പോൾ വാഹിദ് ഉദവിയുടെ പാർട്ടിയുടെ സജീവ മേഖല നിറ, പക്ഷേ അദ്ദേഹം ഇപ്പോൾ മമ്പാട് MES കോളേജിൽ പ്രൊഫസറാണ്. അദ്ദേഹത്തെ പോലെയുള്ള പാർട്ടിയിൽ നമ്മുടെ വേദികൾ നിറഞ്ഞു നിൽക്കാൻ കഴിയാതിരിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയെ നെഞ്ചേറ്റുകയും പൊതു സ്ഥലങ്ങളിൽ നമ്മുടെ പൊതുസമൂഹത്തിനിടയിൽ പാർട്ടിയുടെ അഭിമാനമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട്. അവിടെ കൂടി സാന്നിധ്യം പാർട്ടി മേഖലകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ശിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്ററിൻ്റെ ലക്ഷ്യമാണ്. ആ നിലക്ക് ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഭാഗത്തിൽ നിന്ന് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.പ്പെട്ട നേതാക്കന്മാരെ, ഞാൻ സത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യ പ്രാസംഗികരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്കൊരു പക്ഷേ സംഘടനയുടെ ക്ഷണം അല്ലെങ്കിൽ സംഘടനയോടുള്ള കൂറ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. ഞാനിത് കേൾക്കണം. 76ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഏകദേശം ഒരു 50-ലധികം വർഷക്കാലത്തെ റിപ്പബ്ലിക് ആഘോഷത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 3 ഘട്ടമാണ് ഇന്ത്യൻ്റെ റിപ്പബ്ലിക് എന്നത്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ പുരോഗതിയായിരുന്നു പറഞ്ഞത്. ഒരു മുട്ടസൂചി പോലെ ഉണ്ടാക്കാൻ കഴിയാത്ത ഇന്ത്യക്ക് അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു. അന്ന് പഠിച്ചിരുന്ന പാടിച്ച് ഞാൻ പൈലെടുത്ത് പറയാത്ത നിങ്ങൾക്ക് കളയും. രണ്ടാമത് വന്നിട്ടുള്ളത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭീഷണിയായിട്ട് അന്നും ഭരണഘടന ആരും തൊട്ടിട്ടില്ല. ഇപ്പം പ്രിയപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റോടെ സൂചിപ്പിച്ചു, ഭരണഘടന അത് നമ്മളൊരു ആത്മവിശ്വാസം, നമ്മളൊരു ധൈര്യം. ഇപ്പോൾ ഈ അവസാനത്തിൽ 2025 ഈ റിപ്പബ്ലിക് ദിനാഘോഷം ഈ സമയത്ത് കാലിക പ്രധാനമാവാനുള്ള കാരണങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് പാടി സംഘടിപ്പിക്കുന്നില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കേണ്ടി എന്താ ഉത്തുലുബിൽ ഇൽമ ബിസ്തീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും നമ്മൾ അറിവ് കരസ്ഥമാക്കണം. അപ്പോൾ ഈ റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1-2 പ്രഭാഷണങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ വളരെയധികം ആകർഷണീയത തോന്നി. ഞാൻ ദീർഘിപ്പിച്ച് പാടില്ല, ഞാൻ ഈ സന്ദർഭം അതായതുകൊണ്ട് പറയും. ഇന്ത്യ ഇപ്പോൾ ഈ 2025 വന്ന് നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനം അവർ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഭയമില്ല, ഭീഷണി. കാരണം പൊതുസമൂഹം നമ്മുടെ മുമ്പിലുണ്ട്, പൊതുജനം ഭരണം ആരുടെ കയ്യിലാട്ടെ, പൊതുജനം നമ്മളെ ഈ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ നമ്മളെ ജനാധിപത്യത്തിനും മതേതരത്തിനും ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനെ പ്രതികരിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ നമ്മളെ പൊതുസമൂഹമുണ്ട്.
അവിടെ ജാതി മതമൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഈ ഒരു ചിന്താഗതി അത് അവിടെ വളർത്തിയെടുക്കാൻ നമ്മളെപ്പോൾ പ്രത്യേകിച്ചും ഞാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെ അതിനു വേണ്ടി ശ്രമിച്ചാണ് ഈ പരിപാടി കാലിക പ്രസക്തമായിട്ടുള്ള ഈ വിഷയം വെച്ചുകൊണ്ട് ഈ സമയത്ത് ഇതുപോലെ പ്രഭാഷണം സംഘടിപ്പിച്ചതിൽ ഈ ഷിഹാബ് തങ്ങളെ ചാരിറ്റബിൾ സൊസൈറ്റിയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ സരസവും ലളിതവുമായി 76ാം റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് ഇവിടെ ഒരു നല്ല പ്രഭാഷണമാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് ധൈര്യം ലഭിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നജിമ തബ്ഷീറയുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾക്ക് ഒരു ജീവിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് ഈ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന മാക്സിമം നമ്മൾക്കൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും, അതോടൊപ്പം ഇങ്ങനെ ഒരു ഷിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിൻ്റെ സംഘാടകരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഷിഹാബ് തങ്ങൾ സ്റ്റഡി സെൻറ്ററിൻ്റെ വാഴക്കാട് ചാപ്റ്ററിൻ്റെ ഈ മനോഹരമായ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതീക്ഷകളെ തട്ടി ഉണർത്തുന്നത് തന്നെ വലിയൊരു ജനാധിപത്യ പോരാട്ടമാണ്. അത്തരം രീതിയിലുള്ള ചർച്ചയാണ് ഇവിടെ നടന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, വിശിഷ്യ നജിബ തബ്ഷീർക്ക്, മറ്റു പ്രതിനിധികൾക്ക് എല്ലാവർക്കും, ഈ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവിടെ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ സമ്മതത്തോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായിരുന്നു. അസ്സലാമു അലൈക്കും.